ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചൊരു ഫിഷ് ഫ്രൈ ആണ്. സിമ്പിളായിട്ടും നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സോ അല്ലെങ്കിൽ ലേശം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഞാനിത് അയല വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 അയല എടുത്ത് കഴുകി നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു മിക്സഡ് ജാറിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഓരോ ടീസ്പൂൺ വെച്ച് നല്ല എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ്, അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോടടുത്ത് കുരുമുളക്, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഇതൊന്ന് അരയാൻ മാത്രമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ ഈ വൃത്തിയാക്കി വെട്ടിക്കഴുകി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനയിലോട്ട് ഇത് നന്നായിട്ട് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് വെക്കാം. മീനിൻ്റെ എല്ലാ വശത്തോട്ടും അകത്തും ഒക്കെ നന്നായിട്ട് ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെക്കാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. എൻ്റെ പണിയെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷമാണ് ഞാനിതൊന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനൊക്കെ കൊണ്ട് എയർ ഫ്രയറിലേക്ക് വെച്ചത്. ഇനിയിപ്പം എയർ ഫ്രയറിൻ്റെ ആ ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ലൈറ്റായിട്ടൊന്ന് നമ്മൾ ഏതാണോ മീനൊക്കെ വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്കിപ്പം ഞാൻ ഒരു 2 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ 3 എണ്ണം വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ 2 എണ്ണം വെച്ചിട്ട് ലേശം എണ്ണ അതിലോട്ടൊന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഞാനൊരു 160 ഡിഗ്രിയിൽ 2 സൈഡ് ഞാൻ ഒരു 16 മിനിറ്റാണ് വെക്കുന്നത്. ഇത് 16 മിനിറ്റ് ഞാൻ ടോട്ടൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ അതിനകത്ത് നോക്കുന്നുണ്ട് ഈ ഇതിലൊക്കെ ഉള്ള ലേശം എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് അതിനതിൽ എണ്ണ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ 2ാമത്തെ സൈഡും വെച്ചിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരമാണ്, അല്ലെങ്കിൽ ഒരു 16 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഫിഷ് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എയർ ഫ്രയർ ഉണ്ടെങ്കിൽ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.